പത്തനംതിട്ട കടമ്പനാട് വാട്ടർ അതോറിറ്റിയുടെ ജലസംഭരണിയിൽ നിന്ന് ജല അതോറിറ്റി വെള്ളം ഒഴുക്കിക്കളഞ്ഞതായി പരാതി. 4.75 ലക്ഷം ലിറ്റർ വെള്ളം ഒഴുക്കിക്കളഞ്ഞതായാണ് പരാതി. അറ്റകുറ്റപ്പണിക്കെത്തിച്ച വാൽവിന്റെ അളവ് തെറ്റിയതായും ആരോപണമുണ്ട്. ഇന്നലെ ഇതിനകത്ത് 4.25 ലക്ഷം ലിറ്റർ വെള്ളം സ്റ്റോറായി കിടക്കുന്ന സമയത്ത് ഇന്നലെ ഒരു വാൽവ് വെക്കാനും വേണ്ടി അവരൊരു വാൽവും കൊണ്ടുവന്ന് ഇന്നലെ ഉച്ചയ്ക്ക് അവിടെ 9ന്റെ പൈപ്പ് കട്ട് ചെയ്ത് വാൽവ് വെക്കുന്നതിന് വേണ്ടി ഈ 9ന്റെ പൈപ്പ് കട്ട് ചെയ്തപ്പം ഈ വാൽവ് ക്രെയിനിൽ ഇറക്കി താത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു സൈഡ് 10ഉം ഒരു സൈഡ് 9ഉം ആയിപ്പോയി. ഈ എഞ്ചിനീയർമാർക്കോ എഇക്കോ എഎക്സിക്കോ ഓവർസറിനോ ഒരു പൈപ്പിൻ്റെ കൃത്യമായ അളവ് പോലും എടുക്കാൻ അറിയാൻ വയ്യാത്തവരാണ് ഈ അടൂർ വാട്ടർ അതോറിറ്റി ഇരിക്കുന്ന എഇ എഎക്സി ഓവർസർമാർ. വെള്ളം ആരാണ് തുറന്നുവിട്ടതെന്ന് അറിയില്ല എന്നാണ് ജല അതോറിറ്റിയുടെ വിശദീകരണം. പ്രവീൺ പുരുഷോത്തമൻ, പ്രവീൺ, ജല അതോറിറ്റി അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറ്റുക? നാട്ടുകാരുടെ ഈ പരാതിയെക്കുറിച്ചുള്ള അവരുടെ വിശദീകരണം എന്താണ്? അനികേഷ്, പത്തനംതിട്ട അടൂരിന് സമീപം നെല്ലിമുകൾ എന്ന സ്ഥലത്താണ് ഈ ജലസംഭരണി ഉള്ളത്. ഇന്നലെ വൈകിട്ടാണ് ഈ ജലസംഭരണിയിൽ നിന്നും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഒഴുക്കിക്കളഞ്ഞതായി ഇപ്പോൾ നാട്ടുകാർ പരാതി പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ജലസംഭരണിക്ക് സമീപം തന്നെ ഇന്നലെ ഒരു പൈപ്പ് ലൈനിൻ്റെ അറ്റകുറ്റപ്പണി നടന്നിരുന്നു. അവിടെ 2 വാൽവുകൾ പ്രധാനമായും ശരിയാക്കുന്ന ജോലികളാണ് നടന്നിരുന്നത്. ആ വാൽവ് ഇന്നലെ ശരിയാക്കുന്നതിനിടെ പിന്നീട് ഈ പണി നടന്നതിന് ശേഷം ഇവിടെ നിന്ന് ജോലിക്കാരെല്ലാം പോയി. ആ സമയത്ത് ആരോ വാൽവ് തുറന്നു വിട്ടു എന്ന ഒരു വിചിത്രമായിട്ടുള്ളൊരു വാദമാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഉന്നയിക്കുന്നത്. ഇപ്പോഴും ഈ ജല അതോറിറ്റിയുടെ ഈ ഒരു വാൽവിൽ അറ്റകുറ്റപ്പണി നടക്കുകയാണ്. ഇന്നലെ ഈ ഭാഗത്തു കൂടിയാണ് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഒലിച്ചു പോയതായി നാട്ടുകാർ പറയുന്നത്. നമുക്ക് ഈ വെള്ളം ഒലിച്ചു പോയ ആ സ്ഥലം തന്നെ കാണാം. വലിയ ശക്തിയിൽ തന്നെ വെള്ളം ഒലിച്ചു പോയിട്ടുണ്ട്. മണ്ണ് താഴേക്ക് മാറി ഏകദേശം 4 അടിയോളം കുഴി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഭാഗത്തു കൂടിയാണ് വെള്ളം ഒലിച്ചു പോയത്. നമുക്കറിയാം, ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം ഇപ്പോൾ ഈ പ്രദേശത്താകെ അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ്. അതിനിടെയാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ തന്നെ ഈ 5.47 ലക്ഷം പൂർണ്ണ സംഭരണശേഷിയുള്ള ജലസംഭരണിയിൽ നിന്നും ഏകദേശം 4.75 ലക്ഷം ലിറ്റർ വെള്ളം തുറന്നു വിട്ടതായി നാട്ടുകാർ ആരോപിക്കുന്നത്. നിങ്ങളുടെ ആരോപണം ശക്തമാണ്. ഇവിടെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമമുണ്ട്. പക്ഷേ വാട്ടർ അതോറിറ്റി പറയുന്നത് അവർക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല, ആരോ തുറന്നു വിട്ടു എന്നുള്ളതാണ്. ഇത് വെറും കള്ളത്തരമാണ്. കള്ളത്തരങ്ങൾ അവിടെ പറയുന്നത്. ഇതിപ്പം ഒരാഴ്ച കൊണ്ടേ ഇവിടെ വെള്ളമില്ല. ഈ വാൾവ് വെച്ചത് മുതൽ അവർ സൈസിനല്ലാത്ത വാൾവ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്ര നാളായിട്ട് ആൾക്കാർക്ക് വെള്ളം കിട്ടായിരുന്നത്. അപ്പോൾ വാട്ടർ അതോറിറ്റിക്കാർ കള്ളങ്ങൾ പറഞ്ഞ് മാറിപ്പോവുകയാണ്. മാത്രമല്ല കള്ളം പറയുന്നത്, നിസ്സാരമായ ഒരു ടാപ്പിന്റെ കാര്യത്തിൽ നമ്മൾ ബന്ധപ്പെട്ടാൽ ആ ടാപ്പ് ഒന്ന് ഓപ്പൺ ആക്കണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോൾ 2 വാൽവ് ഉണ്ടെന്ന് പറയുന്നു. ഒരു വാൽവ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ, അതായത് വെള്ളം വിട്ട് കഴിഞ്ഞാൽ 2 സ്ഥലത്തേക്ക് ഒരേ സമയം പോകുന്നു. അപ്പോൾ അത് അടയ്ക്കാനുള്ള ശ്രമമാണ് നടത്തിയത് എന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. അങ്ങനെയും പറയുന്നു. വാട്ടർ അതോറിറ്റിക്കല്ലേ അറിയുള്ളൂ. ഇവിടുത്തെ സാധാരണക്കാരൻ ഇത് അറിയില്ല. സാധാരണക്കാരൻ ഇതിന്റെ ഒരു ഓപ്പറേറ്റിങ്ങും അറിയത്തില്ല. അവർ വന്നിട്ട് വേണ്ട ഇത് ചെയ്യേണ്ടത്. സാധാരണക്കാരൻ എന്ത് ചെയ്യണമെന്നായി പറയുന്നത്? ഇവിടെ ഒരു സാധാരണക്കാരന്റെ ഒരു പ്രയോഗം ഇവിടെ ഇല്ല. ഇവിടെ രൂക്ഷമായിട്ടുള്ള ജലക്ഷാമമുണ്ട്. അതിനിടെയാണ് ഇത്രയും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഒലിച്ചു പോയത്. മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമമുള്ള ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണിത്. അന്ന് ഈ പറയുന്ന ഈ കടമ്പനാട് പഞ്ചായത്തിന് കൊണ്ടുവന്ന പദ്ധതി ഇന്നിപ്പോൾ 3 പഞ്ചായത്തിന് ഗുണകരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ബൃഹത്തായ പദ്ധതിയാണ്, ചെറിയ പദ്ധതി. അതായത് ഈ ടാങ്കിൽ 5.75 ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. അതിന് 4 ലക്ഷം ലിറ്ററിലധികം വെള്ളം ഒലിച്ചു പോയി എന്ന് തന്നെയാണ് പറയുന്നത്. 5 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഒഴുകിപ്പോയിരിക്കുന്നത്. ഇത് വാട്ടർ അതോറിറ്റി പഞ്ചായത്തുകൾക്ക് ഇവിടുന്ന് വെള്ളം കൊടുക്കുന്ന ഒരു ടാങ്കാണിത്. പ്രവീൺ പുരുഷോത്തമനാണ് ആളുകളുടെ ഇടയിലൂടെ സഞ്ചരിച്ച് അവരിൽ നിന്ന് വിവരങ്ങൾ തേടുന്നത്. പത്തനംതിട്ട കടമ്പനാട് വാട്ടർ അതോറിറ്റിയുടെ ജലസംഭരണിയിൽ നിന്ന് ജല അതോറിറ്റി വെള്ളം ഒഴുക്കിക്കളഞ്ഞതാണ് പരാതി. 4.75 ലക്ഷം ലിറ്റർ വെള്ളം ഒഴുക്കിക്കളഞ്ഞു എന്നാണ് പരാതി. ആളുകളുടെ പ്രതികരണം എടുക്കുകയാണ് പ്രവീൺ പുരുഷോത്തമൻ.